നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ചിങ്ങം 1 നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവത്സരം കൂടെ ഇന്നാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആടി അറുതിയായിട്ട് മൊത്തം ജോലിയും കാര്യങ്ങളും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ആടി കളഞ്ഞ് പുതിയൊരു ദിവസം, പുതിയൊരു നല്ല ഐശ്വര്യവും സമൃദ്ധിയുള്ള ഈ ഒരു ചിങ്ങപ്പുലരീനെ വരവേൽക്കാനായിട്ട് വീടും ഞങ്ങളും എല്ലാം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അതാ സാരിയൊക്കെ ചുറ്റിയാണ് വന്നിരിക്കുന്നത്. ചിങ്ങം 1 അപ്പോൾ ഇന്ന് മലയാളി മങ്കയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സാരി ഉടുക്കണേണ്ടെന്ന് എനിക്ക് അതിരാവിലെ എഴുന്നേറ്റാലേ പറ്റുള്ളൂ. നമ്മളന്ന് എന്ന് സാരി ഉടുക്കാത്തവരായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ സാരി ഉടുത്ത് ഒന്ന് ഇറങ്ങി വരാനൊക്കെ. പ്രത്യേകിച്ച് നമുക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഒറ്റയ്ക്കാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് സാരി ഉടുത്ത് ഇറങ്ങാനായിട്ട്. അങ്ങനെ ചേട്ടൻ തലേ ദിവസം തന്നെ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാരവും അതുപോലെ തന്നെ ശരവും അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിരാവിലെ വിളക്ക് കൊളുത്തണ്ടായിരുന്നു. അങ്ങനെ ടി വിയിൽ സുപ്രഭാതമൊക്കെ ഇട്ട് നല്ലൊരു ദിവസം ആയിരിക്കണേ, നല്ലൊരു വർഷം ആയിരിക്കണേ എന്ന് ദൈവങ്ങളെ അങ്ങ് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ കർക്കിടകത്തിന് എങ്ങനെയെങ്കിലും പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു സംഗീതമാണെന്നുകൊണ്ട് പറഞ്ഞത്, ചേച്ചി കർക്കിടകം അത്ര മോശമാണോ, രാമായണ മാസമല്ലേ, ഒരുപാട് പ്രത്യേകതകളുള്ള മാസമല്ലേ കർക്കിടകം 1. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ രാമായണ മാസം എന്ന് പറയുമ്പോഴേക്ക് ഭക്തി മാസമാണ്. ഒരുപാട് പ്രത്യേകതകളും നമുക്കിപ്പോൾ ചിങ്ങത്തേക്കാളും ഈ രാമായണം കേട്ട് ഉണരണതും, രാമായണ മാസവും അതിരാവിലെയുള്ള കുളിയും അതിരാവിലെയുള്ള വിളക്ക് കത്തിക്കലും മുക്കൂറ്റി ചാന്തും എല്ലാം നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല കാര്യങ്ങളുമാണ്. പക്ഷേ ഈ കർക്കിടകം എന്ന് പറയുമ്പോൾ അത് ഒരു സൈഡ് മാത്രം. ബാക്കി നോക്കുമ്പോഴേക്ക് എപ്പോഴും കർക്കിടകം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നഷ്ടങ്ങൾ തന്നുകൊണ്ടേ പോവുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചുമ്മാ നമുക്കൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് നമ്മളൊന്ന് ചിന്തിക്കണതിൻ്റെ അപ്പുറമാണ് ഇപ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാറുണ്ടോ? അവിടെ എന്തു പറയാനായിട്ട് ഒരാഴ്ച നമ്മളെല്ലാം അതിനെ ആലോചിക്കുകയും നമ്മളെ മനസ്സിലെടുക്കുകയും നമ്മളതിൽ പ്രയാസപ്പെടുകയും ചെയ്തു. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അപ്പം നമ്മളെല്ലാം കൊണ്ട് മാറിയില്ലേ. പക്ഷെ അവരുടെ ജീവിതം ഇപ്പോഴും ആ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അത്രയുമാണ്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണിക്കുന്നതിനോ ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് ഫിൽട്ടർ ചെയ്താണ് അവർ കാണിക്കുന്നത്. അങ്ങനെ അവർക്കെല്ലാം കാണിക്കാൻ പറ്റും. അതിനപ്പുറമാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കർക്കിടകം. പിന്നെ എനിക്കും കർക്കിടകം ഒരു നല്ലതും അല്ലായിരുന്നു, ഒരുപാട് മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നാലും ഈ ചിങ്ങമാസമെങ്കിലും നല്ലതായിരിക്കണേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. സുപ്രഭാതം നീരേ ലക്ഷ്മി നമോ അതിധീരക്ഷാമ വിനാശ ലക്ഷ്മി നമോസ്തുതേ അജ്ഞാനിനാമയ. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മലയാള മാസം 1-ാം തീയതി അമ്പലത്തിൽ പോക്ക് മുടക്കാറേ ഇല്ല. പിന്നെ ഇന്ന് ചിങ്ങം 1 കൂടെ അല്ലേ, അപ്പോൾ പിന്നെ ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞിട്ട് അയ്യോ കേൾക്കുമ്പോഴേ ബോറടിക്കണേ എന്തെന്നും പറയരുത്, എനിക്കിതൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കേരളീയ ഡ്രസ്സിൽ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. നേരെ പനേരമ്പൂട് അമ്പലത്തിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞ് കുഴിവിളാകത്ത് പോകണം, അത് കഴിഞ്ഞ് കേശൂരിന്ന് ഓപ്പൺ ഹൗസാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് നേരെ അങ്ങ് സ്കൂളിലോട്ട് പോകണം. കേശൂരെ മുണ്ടുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കേശൂരെ മുണ്ടുടിപ്പിക്കാനായിട്ട്, എന്നാൽ ഇഷ്ടവുമാണ്. മുണ്ടൊക്കെ ഉടുത്ത് കൊച്ചു പിള്ളേരിങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് പോണത് കാണാനും നല്ല രസമല്ലേ. പിന്നെ ഈ പറയും പോലെ കേശൂരി ഒട്ടിക്കണമുണ്ടാണ്, എന്നാലും ഉടുക്കാനായിട്ട് കുറച്ച് പാടുപെടും. അങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് പോകാനായിട്ട് പ്രത്യേകിച്ച് കേശു നിന്ന് വരില്ലല്ലോ. നമ്മളിങ്ങോട്ട് പിടിക്കുമ്പോൾ അവ അങ്ങോട്ട് പോകും. 100 പ്രാവശ്യം അഴിച്ചു കൊടുത്ത്. അപ്പോൾ ചേട്ടൻ പറയാണ്, നിനക്ക് വല്ല കാര്യമുണ്ടോ മോന്, വല്ല പാൻസോ അല്ലെങ്കിൽ ആ ഒരു
ബർമുട പോലത്തതൊക്കെ ഇട്ട് കൊടുക്കാതെ ഇനി അവൾ മുണ്ട് ഉടുപ്പിച്ചിട്ടേ ഇറങ്ങുള്ളൂ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയി സ്കൂളിൽ പോയിട്ടൊക്കെ വന്നിട്ട് വേണം കട തുറക്കാനായിട്ട്. നമ്മളെ സ്റ്റാഫ് ഇന്ന് ലീവാണ്. അങ്ങനെ ഒരു വിധം ഇറങ്ങി നമ്മൾ പോവാൻ. പിന്നെ അതുമല്ല നല്ല മഴയുമായിരുന്നു. ഇപ്പം മഴയൊക്കെ തോർന്നിരിക്കുകയാണ്. ചിങ്ങമായിട്ട് മഴയ്ക്ക് കുറവൊന്നുമില്ല. അങ്ങനെ അമ്പലത്തിൽ വന്നപ്പോഴും ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറി. ഈ ഞായറാഴ്ചയായിരുന്നു നിറപുത്തരി. ഞങ്ങൾക്ക് ഞായറാഴ്ച വരാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ പുത്തരി വാങ്ങിയതുമില്ല. അപ്പം നമുക്കിനി അത് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അവരവിടെ വെച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും നടയിൽ നിറപുത്തരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോകുമ്പോഴേക്ക് അതും കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകണം. കഴിഞ്ഞ വർഷത്തെ നിറപുത്തരി ഇട്ടിരുന്ന അത് മാറ്റണം. നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ കെട്ടിയിട്ടേക്കായിരുന്നു. അത് അഴിച്ചു മാറ്റിയിട്ട് ഇനി ഇത് കൊണ്ടുപോയി കെട്ടി വെക്കണം. അപ്പോൾ കേശൂർ നടക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ അവൻ തറയിൽ ചവിട്ടേയില്ല. അപ്പോൾ അതാ പോണ കണ്ടില്ലേ, നമ്മുടെ പവിഴമല്ലി പൂക്കളൊക്കെ മഴയത്ത് നനഞ്ഞു കുതിർന്ന് കിടപ്പുണ്ട് അവിടെ. അങ്ങനെ തൊഴുത് കയറി ഇനി പുത്തരി വെച്ചിരിക്കണ കണ്ടില്ലേ. എനിക്ക് മറ്റേ കുട പോലെ ഇരിക്കണ വലിയ പുത്തരി ഉണ്ടല്ലോ, ഇതല്ല, നമ്മളല്ലാണ്ടിരിക്കണം, അതൊന്ന് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. വില ചോദിച്ചപ്പോഴേക്കും അതിന് നല്ല റേറ്റൊക്കെ ആവണുണ്ട്. അങ്ങനെ മോൻ വെച്ചിരിക്കുകയാണ് നിറപുത്തരി. കഴിഞ്ഞ വർഷത്തെ ഈ പുത്തരി എടുത്ത് അവിടെ ഇട്ടപ്പോഴേക്ക് അത് പൊടിക്കണുണ്ട് കേട്ടോ. നെല്ലായതുകൊണ്ട് അതിങ്ങനെ പൊടിച്ച് വരണുണ്ട്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് പോയി. അപ്പോൾ അവിടെ നമ്മൾ പനേരമൂട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ കുഴിവിളാകത്താണ് വന്നത്. ഇപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് എല്ലാ അമ്പലത്തിലും ഗണപതി ഹോമവും അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും എല്ലാം നടക്കുകയാണ്. അങ്ങനെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി നേരെ മോൻ്റെ സ്കൂളിലെത്തിയപ്പോൾ കേശുവിനൊരു മടി, ഇന്നിനി ഇവിടെ പിടിച്ചിരുത്തോ എന്നൊരു തോന്നൽ. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് സ്കൂളിൽ. ഇനി കേശുവിൻ്റെ ഊഴം വരാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ചേട്ടൻ കടയിൽ പോകും, ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ വീടെത്തി. തേങ്ങയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി 150 രൂപയ്ക്കാണ് തേങ്ങ കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച്, ഈ തേങ്ങയൊക്കെ മുട്ടിയാലുണ്ടല്ലോ ഭയങ്കര ദാരിദ്ര്യം പോലെ തോന്നി. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, തേങ്ങ, ഉപ്പ്, കടുക്, ഇതൊന്നും പ്രത്യേകിച്ച് കടുക് ഉപ്പ് മുട്ടിക്കൂടാന്ന് പറയും. പിന്നെ കടുക് തറയിൽ വീണാൽ, ഇവിടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാണ്. കടുക് തറയിൽ വീണാൽ അപ്പോഴും അടികൂടുമെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം. പക്ഷേ അതിങ്ങനെ പറയണത് പണ്ടുള്ള ആൾക്കാർ അത് പറഞ്ഞു വയ്ക്കാനായിട്ട്. കാരണം കടുക് താഴെ വീണാൽ നമുക്ക് നുള്ളിപ്പറക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കടുക് താഴെ വീണാൽ വഴക്ക് കൂടും, ആ വീട്ടിലന്ന് പ്രശ്നങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം അതിനൊരു കെയർ കൊടുക്കുമല്ലോ. അപ്പോൾ പഴമക്കാർ പറയണ എല്ലാ കാര്യത്തിലും അതിൻ്റേതായ സയൻറ്റിഫിക് വശമുണ്ട്. പക്ഷേ അവർക്ക് അതെല്ലാം ഈ രീതിയിൽ പറയാനേ അറിയോളായിരുന്നു. അല്ലെങ്കിൽ അവർ ബുദ്ധിപൂർവ്വം ഈ രീതികളിൽ പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളതൊക്കെ അങ്ങ് അനുസരിക്കാനായിട്ട് നമ്മളങ്ങ് തയ്യാറാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു പേടി വരും. അതുപോലെയായിരുന്നു പണ്ട് പേടിയുള്ളതിനെല്ലാം അവർ ദൈവങ്ങളായിട്ട് ആരാധിച്ചു. മഴയായിരുന്നാലും നാഗങ്ങളെ ആയിരുന്നാലും അതിനെല്ലാം അവർ ഒരു ഭയത്തോടു കൂടി കണ്ടതിനെല്ലാം ദൈവങ്ങളാക്കി. പക്ഷേ അതൊക്കെ എല്ലാം അറിയാമെങ്കിലും നമുക്കും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആ ഒരു പൈതൃകം എങ്ങനെയാണോ, ആ ഒരു സംസ്കാരം എങ്ങനെയാണോ അത് ഫോളോ ചെയ്യാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെ ഇനി കാപ്പി ഉണ്ടാക്കണം. കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇന്ന് പുട്ടും കടലക്കറിയുമാണ്. അപ്പം ഞാൻ രാവിലെ പോയപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടാണ് പോയത്. പുട്ട് ഇനി എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മളിവിടെ പച്ചരി പുട്ടാണെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ച് വറുത്താണ് പുട്ട വയ്ക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പച്ചരി ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനെ ഇനി പൊടിച്ച് വറുത്ത് പുട്ടാക്കണം. അപ്പോൾ ചേട്ടൻ കടയിൽ പോയിരിക്കുകയാണ്. വരുമ്പോഴേക്ക് ആൾക്ക് കാപ്പി കൊടുക്കണം. കേശു ഇവിടെ നിന്ന് കുറച്ചേരൊക്കെ കളിച്ചിട്ട് മോന് ബോറടി പോലെ. അങ്ങനെ അപ്പുറത്ത് സുനിതാൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടെ അമ്മയെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ആക്കിയിരിക്കുകയാണ്. കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച്. ആ സമയം കൊണ്ട് എനിക്ക് പുട്ടൊക്കെ അവിച്ച് വെക്കാനും പറ്റുമല്ലോ. കടലക്കറി ഞാൻ കടല അവിച്ച് വെച്ചിട്ടാണ് പോയത്. അതിനെ ഇനി കറിയാക്കണം. പിന്നെ ഇനി പുള്ളിക്കാരൻ പോയി കട തുറന്നിട്ട് പെട്ടെന്ന് വരും കഴിക്കാനായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്റ്റാഫ് ലീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തീർത്ത് വെച്ചാൽ മാത്രമേ പെട്ടെന്ന് ആൾക്ക് വന്ന ഉടനെ കാപ്പി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അല്ലെങ്കിൽ വന്നിട്ട് അയ്യോ അതിനൊരു ബഹളമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് 1-ാം തീയതിയാണ്, ചിങ്ങമാണ്, ഇന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ആ ഒരു വർഷം നമുക്ക് അങ്ങനെയാണെന്നൊക്കെയാണല്ലോ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇല്ലാതെ നോക്കണേ എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പറയാൻ പറ്റൂല, നമ്മളന്ന് വിചാരിക്കും പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതുകൊണ്ട് ഇനി കാണിച്ച് ബോറടിപ്പിക്കണില്ല, അങ്ങ് പറഞ്ഞു പോണെന്നേ ഉള്ളൂ. പച്ചരി പൊടിച്ചെടുത്ത് കുറച്ച് പച്ചരി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, 4 പച്ചരി. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഇട്ട് വെച്ചിരിക്കാം. എന്തിനാണ്, നമുക്ക് ആവശ്യത്തിന് മാത്രം ചെയ്തെടുത്താൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ച് വറുത്ത് പുട്ട വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ 4 പച്ചരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലും ബാലൻസ് കാണാം, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒരു കുറ്റി പുട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നിയാൽ ഒരു കുറ്റി കഴിക്കും, അല്ലെങ്കിൽ അരയെ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാകും മനുഷ്യന്. കടലക്കറി ഇഷ്ടമാണ്, എന്നാലും കടലക്കറിയുടെ കൂടെ പപ്പടം കൂടെ ചോദിക്കും. വന്ന ഉടനെ ഉറപ്പായിട്ടും പപ്പടം ചോദിക്കും. അതുപോലെ ചോദിക്കുകയും ചെയ്ത് പപ്പടം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പപ്പടം കൊടുത്തില്ല. ഇല്ലാത്ത സംഭവം കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ മാവ് ഇനി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ആകെപ്പാടെ വെപ്രാളമായിരുന്നു. ചേട്ടന് വരാറുമായി. അങ്ങനെ പിന്നെ ഇനി പുട്ട് അവിക്കണതൊന്നും കാണിച്ചില്ല. അപ്പോൾ പുട്ട് എന്തായാലും അവിച്ചെടുത്തിട്ടുണ്ട്, കടലക്കറിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആളെത്തി, ഇനി പുട്ടും കൊടുത്ത് കടലക്കറിയും കൊടുക്കണം. കേശു വന്നില്ല. കേശുവിനെ ഇനി ഞാൻ വിചാരിച്ച ചേട്ടന് കാപ്പിയും കൂടെ കുടിച്ചിട്ട് പോയി എടുക്കാമെന്നില്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആളിന് ആഹാരം കഴിക്കാനേ സമ്മതിക്കൂല. അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ചേട്ടൻ കടയിൽ പോയി. കേശുക്കുട്ട ഉണ്ട്, അമ്മയും വന്നിട്ടുണ്ട്. അമ്മയും രമ്യ ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടെയാണ് വന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് ഡ്രസ്സൊക്കെ അവിടെ മടക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഞാൻ അരി വാർത്ത് വെച്ച്, എനിക്ക് അരി ഇന്ന് വാർത്ത് വെച്ചപ്പോഴേക്ക് അരി ഇട്ടപ്പോഴേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അല്ലെങ്കിൽ സാധാരണ ഞാൻ ആരെങ്കിലും വരണ സമയത്താണ് ഒരു വലിയ കലത്തിൽ മിക്കവാറും വെക്കണത്. ആ കലത്തിൽ വെച്ചാൽ തന്നെ നമ്മൾ മാത്രമേ ഉണ്ടെങ്കിൽ നാഴി അരിയോ എന്തെങ്കിലും ഇടുള്ളൂ. ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ 2.5 നാഴി അരി ഇടും. അപ്പം ഞാൻ ഇന്ന് അതുപോലെ അരി ഇട്ടതാണ്. എനിക്ക് തോന്നുന്നത് 2.5 അല്ല, ഞാൻ എന്തോ 3 അടുപ്പിച്ചിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചോറെല്ലാം കൂടെ നിറഞ്ഞു പോയി. അതിൽ നിന്ന് നിറഞ്ഞു വന്നിട്ട് ആ കലത്തിൽ നിൽക്കാത്ത രീതിയിൽ ചോറ് നിറഞ്ഞ് കളയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പകുതി ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, വേറൊരു ചരുവത്തിലോട്ട് മാറ്റിയിട്ട് അതിനെ ഒന്ന് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് തിളപ്പിച്ച് വേവിച്ച് വടിച്ച് വെക്കുകയാണ് ചെയ്തത്. ബാക്കി ചോറ് നമ്മൾ ആ കലത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അതിനെ അങ്ങനെ അങ്ങ് വേവിച്ച് വെച്ച്. ഇനി കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് കഴുകി വയ്ക്കണം. പിന്നെ സിങ്കിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, സിങ്കിന് ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇനി അത് ബ്ലോക്ക് മാറ്റാനുള്ള മറ്റു സംഭവം ഉണ്ടല്ലോ, ആ പൗഡർ വാങ്ങിച്ചിട്ടാലേ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്ത് കൊണ്ടിട്ട് പാത്രം കഴുകണം. അത് ഇന്നിപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ ചോറ് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, ആ ചോറാണ്. ഇനി അതും കൂടെ അങ്ങ് കലത്തിലിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ എന്തു പറയണത്, നമ്മൾ ചോറിനെ ഇങ്ങനെ പൊട്ടിക്കുമെന്ന് പറയില്ലേ, പൊട്ടിക്കുമെന്ന് പറയണ വേറെ ഒന്നുമല്ല, തറയിലിട്ട് പൊട്ടിക്കുമെന്നല്ല. ചോറ് നമ്മൾ വാർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് വീണ്ടും അതേപോലെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്ന സമയത്ത് എങ്ങാനും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവാനാണ് ഈ പ്രോസസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് ആ പൊട്ടണ പോലെ ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ ആ സൗണ്ട് ഏകദേശം നിൽക്കുന്ന സമയത്താണ് അരി നമ്മൾ ചോറ് അതിൽ നിന്ന് മാറ്റി വെക്കണത്. ഇതിലെന്തെങ്കിലും കണക്ക് കൂട്ടലിൽ തെറ്റ് വന്നാൽ ചോറ് അടി മൊത്തം കരിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് അത് കഴിക്കാനേ പറ്റൂല. ചോറ് കാലം തുറക്കുമ്പോഴേ ഒരു പുകച്ചവയായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാം വയറ്റിന്നേ പഠിച്ചുകൊണ്ട് വരൂലല്ലോ, നമ്മളിവിടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ വരും എന്ന് വെച്ചിട്ട് അവിടെ വെച്ച് നിർത്താനും പറ്റൂലല്ലോ. ഇതൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് മാറാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പെണ്ണുങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അഡ്ജസ്റ്റായിട്ട് മാറണത്. അപ്പോൾ ഇന്നിനി എല്ലാം തട്ടിക്കൂട്ട് കറികളാണ്. മീനൊന്നും കിട്ടിയില്ല. പിന്നെ ചിങ്ങം ഒന്നായതുകൊണ്ട് മീൻ വാങ്ങിച്ചില്ല, അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് കുറച്ച് തട്ടിക്കൂട്ട് കറികൾ ഒരുക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് കുറച്ച് കത്തിരിക്ക കിടക്കിയിരുന്ന് അതിനെ എടുത്ത് ഇതേപോലെ ഒന്ന് വട്ടം വെട്ടിയെടുക്കണം.
ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണം. നമുക്ക് കുറച്ച് നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഞാനിങ്ങനെ ടെലഗ്രാമിലോട്ട് ഷെയർ ചെയ്തങ്ങ് ഇട്ടിരിക്കും. ടെലഗ്രാമിലെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ടെലഗ്രാമിലോട്ട് അങ്ങ് ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സൗകര്യത്തിന് അതിനെ എടുത്തിട്ട് കാണാമല്ലോ. ചിലതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിടും. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിടുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് എടുക്കുകയല്ലേ, അപ്പോൾ മെമ്മറി ഫുള്ളാവണ സമയത്ത് ഞാൻ തന്നെ അത് അറിയാണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി ടെലഗ്രാമിലോട്ട് അങ്ങ് ഷെയർ ചെയ്തിടും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് കണ്ടെടുക്കാമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏത് റെസിപ്പി കണ്ടാലും ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചറും കൂടെ അതിൽ ചേർക്കാറുണ്ട്. എന്നാലേ നമ്മളെ സ്വന്തമാവുള്ളൂ. അപ്പോൾ കണ്ടതിലെല്ലാത്തിലും ഈ പച്ചമുളക് അവരിടൂല, കത്തിരിക്ക മാത്രമാണ് ഇട്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാനതിലിപ്പോൾ കത്തിരിക്കേൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മുളകെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു മുളക് എരി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു മുളകും കൂടെ ഉണ്ടെങ്കിൽ അതൊരു സുഖം. അപ്പോൾ ഇതാ ഈ ടൈപ്പ് മുളകിനെ ഞങ്ങളുടെ നാട്ടിൽ ബുള്ളറ്റ് മുളകെന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത്. ചിലതൊക്കെ ഭയങ്കര രസമാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ ഭാഷകളും കാര്യങ്ങളും കേൾക്കുമ്പോഴും അത് തോന്നുമായിരിക്കും. അങ്ങനെ ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കായപ്പൊടിയില്ല, കട്ടക്കായോണ്ടിരിക്കണത്. എനിക്കിപ്പോൾ മറ്റേ ഒരു കുഞ്ഞു പാക്കറ്റിൽ വരുന്ന കായമില്ലേ, 5 എണ്ണം 10 രൂപ, 4 എണ്ണം 10 രൂപയ്ക്കൊക്കെയാണ് തരണം. ഓരോരുത്തരുടെ മനസ്സനുസരിച്ചൊക്കെയാണ് തരും. ചിലവർ 4 തരും, ചിലവർ 5 തരും. അപ്പോൾ ഞാനത് എവിടെ കണ്ടാലും വാങ്ങും. കാരണം സൂപ്പർ കായമാണത്. നമ്മൾ പൊടിക്കായം വാങ്ങിച്ചാലും ഇത് കിട്ടില്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതേ വാങ്ങുള്ളായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരെണ്ണം 1 രൂപയ്ക്ക് എന്തുകൊണ്ട് അമ്മ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കാണുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെല്ലാം ഇട്ട് വെച്ചിരിക്കും. ഭയങ്കര മണവും നല്ല ക്വാളിറ്റിയുള്ള കായമാണത്. അപ്പോൾ ആ കായമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിലോട്ട് ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ കായപ്പൊടിയും വേണമെന്നാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കിയിട്ട് ആ കായത്തിൽ നിന്ന് കുറച്ച് പിച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിൽ ആ ഒരു കായത്തിൻ്റെ മണം വരുമല്ലോ. അതിനുശേഷം എന്തെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടാവണം. ചൂടായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം ചൂടാവണം, നല്ല തിളയ്ക്കണം, ഇല്ലെങ്കിൽ എണ്ണ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തിളച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, കറിവേപ്പിലയിൽ വെള്ളം ആയതുകൊണ്ട് ഒരു പൊട്ടലും ചീറ്റലും മൊത്തമായിരിക്കും. ആ ഗ്യാസ് അടുപ്പ് ഫുൾ അത് തെറിച്ചിട്ട് ഒരു വേളമായിരിക്കും. ആ ചെവരും കാര്യങ്ങളും എല്ലാം കുളമാവും. അത് വേറൊരു കാര്യം. ഇനി അതിലോട്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ ആദ്യം ഭയങ്കര മോഡലായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് തുടങ്ങി. എന്നിട്ട് വിചാരിച്ചാ എന്തിനിതൊക്കെ കാണിക്കണം. മൊത്തത്തിൽ പിന്നെ അവസാനം അങ്ങ് തട്ടി എല്ലാം കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ ഇരട്ടി ജോലി ചെയ്യണം. ഇതിനെ ഒന്ന് മൂത്ത് വന്നിട്ട് പിന്നെ അതിടണമല്ലോ. അതുകൊണ്ട് ആദ്യം ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് നോക്കുമല്ലോ, അതിന് ശേഷമല്ലേ നമ്മൾ തനി സ്വഭാവം പുറത്ത് വരണത്. അങ്ങനെ എല്ലാം കൂടെ അങ്ങ് തട്ടിക്കൊടുത്ത് അതിലേക്ക് ഇനി നമ്മൾ തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇതാണെങ്കിൽ അറിയാമല്ലോ. പിന്നെ നമ്മൾ മുമ്പൊക്കെ എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് അല്ലാണ്ട് ചോറിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ഇത് അവളെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ അവളുണ്ടാക്കിയാണ് ഇത് കണ്ടിട്ടുള്ളത്. അവളിങ്ങനെ പൊരിച്ചെടുത്തിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. അവൾക്ക് കോളേജിലൊക്കെ പോകുമ്പോഴും അമ്മ ഇത് കൊടുത്ത് വിടേണ്ടതും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അപ്പോഴൊന്നും എനിക്കിതിൻ്റെ അടുത്ത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോൺഫ്ലവറോ മൈദയോ ഒക്കെ മുക്കി പൊരിച്ചെടുത്താൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും രസമാണ്. ഇത് ഇപ്പോൾ ആക്കി വെച്ചില്ലേ, ഈ ഒരു രൂപത്തിൽ മാത്രമേ എനിക്കിതിനെ പരിചയമുള്ളായിരുന്നു. പിന്നെയാണ് ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ റീൽസൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കി നോക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിച്ച് തൈര് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാങ്ങി വെച്ചത്. പക്ഷേ ഇന്നാണ് അതിനുള്ള മുഹൂർത്തമായത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിചാരിച്ച ആൾ കൂടുതലല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഇട്ടാലും നല്ലത് തന്നെയാണ്, അല്ല കട്ട തൈരായിരിക്കും കഴിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. ആ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തൈരിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതിലങ്ങ് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിരുന്നാൽ നല്ലത്. എന്ന് വെച്ചാൽ ആ ഒരു മുളകിലും ആ ഒരു കത്തിരിക്കയിലും ഒക്കെ ഇതിൻ്റെ ആ ഒരു എസൻസൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ്, നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരു ചമ്മന്തിയും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അച്ചാർ മാത്രം ഉണ്ടെങ്കിലും മതി. പ്രത്യേകിച്ച് മുളകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവുമാണ്. അപ്പോൾ
ഉപ്പ് നോക്കിയപ്പോഴേ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മുഖം കണ്ടില്ല, ഫുൾ എണ്ണമയമാണ്. ഞാനങ്ങനെ എണ്ണ തേക്കാറേ ഇല്ല. ആഴ്ചയിൽ 1-2 ദിവസം എണ്ണ തേക്കുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും വഴക്കാണ്, അവൾ എണ്ണ തേക്കേ ഇല്ല, അവളെ മുടി കിടക്കണ കണ്ടില്ലേ, എണ്ണ തേക്കൂല എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ശരി ഇന്ന് രാവിലെ എണ്ണ തേച്ചിട്ട് അങ്ങ് കുളിക്കാം. രാവിലെ വെപ്രാളപ്പെട്ട് എണ്ണ എടുത്ത് തേച്ചതും എണ്ണ അങ്ങ് കൂടിപ്പോയി. പിന്നീട് മുഖം നോക്കുമ്പോഴേ എനിക്ക് തന്നെ എന്തോ പോലെ. ഇപ്പം പണ്ടൊക്കെയാണെന്നെങ്കിൽ എണ്ണ തേക്കാതെ കുളിക്കുകയില്ല. പിന്നെ ഇതാ മുട്ടയും കരുവാടും പപ്പടവും കൂടെ ഞാൻ അനന്തൂൻ്റെ കൊടുത്തു വിട്ട് വാങ്ങിപ്പിച്ചതാണ്. ഇന്ന് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ, ഇന്ന് ഇതൊക്കെ തട്ടിക്കൂട്ട് കറികളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ പണ്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നമ്മളെപ്പോഴും ഒരു ദിവസം പോലും എണ്ണ തേപ്പിക്കാതെ അമ്മ സമ്മതിക്കില്ല. അമ്മയാണല്ലോ അതൊക്കെ തേച്ച് തരികയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നോക്കുമ്പോഴേക്കും എണ്ണ തേക്കാതിരുന്ന് തേക്കണോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഭയങ്കര ഫേസ് ഫുൾ ഓയിലി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ എണ്ണ നല്ലതുപോലെ തേച്ചിട്ട് ഒന്നുകിൽ ഷാമ്പു ചെയ്ത് കളയണം, അല്ലെങ്കിൽ താളി പതപ്പിച്ചെങ്കിലും തേച്ച് കളയണം. ഇതിനിപ്പോൾ ഒന്നിനും സമയം കിട്ടില്ല. പെട്ടെന്ന് കുളിച്ചതുകൊണ്ട് എണ്ണ തേച്ചത് മാത്രം ഓർമ്മയുണ്ട്. അതങ്ങ് കുറച്ച് കൂടുതലായി. ഷാമ്പു തേക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ തേച്ചില്ല. അങ്ങനെയാണ് മുഖം അങ്ങനെ ഇരിക്കണത്. ഇനി ഈ നെത്തോലി കരുവാട് ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ച് ആകെ ഇത്ര നെത്തോലിയേ ഉള്ളൂ. എണ്ണിപ്പറക്കി എടുക്കാം. 1 കവർ 10 രൂപ വെച്ച് 2 കവറാണ് വാങ്ങിയത്. മതി, നമുക്ക് ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പറയാം, ഈ കൊച്ചിത് എന്തോന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഈ ചേച്ചി ഇത് എന്തോന്ന് കാണിക്കേണ്ടത്, അതിൽ തലയൊന്നും കളഞ്ഞില്ല, വൃത്തിയാക്കിയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയായിരിക്കും. വരട്ടെ, ഇനിയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളുള്ളത്. അതിനൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെള്ളം നനവും കൂടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മൂപ്പിച്ചാലും മതി. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം നനവൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്നത് മൂത്ത് കിട്ടണം. മൂത്തതിന് ശേഷം, അപ്പോൾ ഈ പരിപാടികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മയാണ് ഇതൊക്കെ ചെയ്യണത്. ഒരു മുറത്തിലോട്ടായിരിക്കും. മുറത്തിലിട്ടപ്പോൾ പിന്നെ നമ്മൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം എവിടെ കിടക്കണമെന്ന്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ട് ആ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ നാലെന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ സംഭവങ്ങൾ അതിൻ്റെ തലയൊക്കെ പോവും. ഇനി പോവാത്ത തലയും കാര്യങ്ങളും അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം അമ്മ അത് കൈകൊണ്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ ഈ കരുവാട് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. കാരണം നെത്തോലി എന്നൊക്കെ പറയുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് അതെല്ലാം സാധിച്ച് കിട്ടും. അപ്പോൾ കേശു നെത്തോലി കരുവാട് ഇതുവരെ കണ്ടിട്ടില്ല, നെത്തോലിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വന്നിട്ട് ചോദിക്കേണ്ടത് എന്തിങ്ങനെ ഉണങ്ങിയിരിക്കണത്, അത് ആർക്ക്, നമുക്ക് തിന്നാനാണോ നമുക്ക് കഴിക്കാനാണോ എന്നൊക്കെ കേശുവിന് 100 സംശയങ്ങളാണ് എന്ത് കാര്യത്തിലും. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ അതിനെ എടുത്തിട്ട് ഇനിതാ പാറ്റയാണ് മുറത്തിലിട്ട്. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് മുറത്തിൽ പാറ്റണത്. ഒട്ടും അറിഞ്ഞുകൂടെന്ന് വെച്ചാൽ പാറ്റയൊക്കെ ചെയ്യും, പക്ഷേ അതിനുള്ള പ്രാക്ടീസ് ഇല്ല. ആ ഒരു കഴിവുണ്ടല്ലോ പാറ്റി പറക്കി എടുക്കാനായിട്ടുള്ള, അത് എന്തുകൊണ്ട് നമുക്കില്ലെന്ന് വെച്ചാൽ നമ്മളെ സമയം വന്നപ്പോഴേക്ക് ഇതൊക്കെ പാറ്റി എടുക്കണ ആ ഒരു രീതിയില്ല. നമുക്കെല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല വൃത്തിയായിട്ടല്ലേ നമ്മളെ കൈകളിൽ കിട്ടണത്. അതുകൊണ്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലും എക്സ്പേർട്ട് ആയേനെ അല്ലേ. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ അമ്മ ഒന്ന് വൃത്തിയാക്കി തന്നിട്ട് ഇനി ഒന്നും കൂടെ വറുത്തെടുക്കാൻ പറഞ്ഞ്. സത്യത്തിൽ അമ്മ ഇല്ലാത്ത ദിവസമാണ് ഞാനിത് വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഒന്നും ചെയ്യൂലായിരുന്നു. ഞാൻ ചിലപ്പോൾ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ അങ്ങ് വറുത്ത് പൊടിച്ചെടുത്തേനെ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത്രയും രീതിയിൽ വൃത്തിയാക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞേ കൂടായിരുന്നു. ഇനി അതിനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കും. ഒന്നും കൂടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഇനി അടുത്ത് ചമ്മന്തി പൊടിക്കുന്നത്. കൊഞ്ചുപൊടി ആയിരുന്നാലും ഇതുപോലെ ചമ്മന്തി പൊടിക്കാം. അപ്പോൾ അതിനെ മൂപ്പിച്ചെടുത്തിട്ട് വീണ്ടും അമ്മ അതിൻ്റെ നാലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും കൂടെ അങ്ങ് ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോകും, നല്ല മൂത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ആ അഴുക്കും വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇത്രയും മൂത്തിരിക്കുമ്പോഴും ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു ചുമ്മാ കഴിക്കാൻ തന്നെ. അങ്ങനെ ഇനി തേങ്ങ തിരുവി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിലോട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചമ്മന്തി അരയ്ക്കണത്, നമ്മളിവിടെ ചമ്മന്തി അരയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുളിയിടും, കൊച്ചുള്ളിയിടും, ഉപ്പിടും, മുളകിടും. പിന്നെ അമ്മ ഇതിലിപ്പോൾ നല്ല ജീരകം കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. ആ ജീരകം കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കണം. സത്യം പറഞ്ഞത് ക്രഷ് ചെയ്തെടുക്കണ കാര്യമേ ഉള്ളൂ. ഇതങ്ങ് നല്ല അരഞ്ഞ് അതിൽ ചേർന്ന് പോയാൽ ഇത് കാണാനും പറ്റില്ല, നമുക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ അതിനുള്ള ഉള്ളി ഒലിച്ചു കൊടുക്കുന്നതാണ് ചമ്മന്തി അരയ്ക്കാനുള്ളത്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടത് ഒന്നിങ്ങനെ ചതച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ എന്നാലും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്കതിങ്ങനെ കടിക്കാൻ കിട്ടൂലല്ലോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അമ്മ അതിനെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റി, അരച്ച സമയത്ത് അത് നല്ല മൂത്തിരുന്നതുകൊണ്ട്
അത് മൊത്തം അങ്ങ് പൊടിഞ്ഞു പോയി. അത് തന്നെയാണ് അവസാനം സംഭവിച്ചത്. അപ്പം നമുക്കതിനെ കടിക്കാനൊന്നും കിട്ടിയില്ല. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു സുഖം, ഇത് വേറൊരു സുഖം. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് കറികളിൽ 2 എണ്ണം ആയില്ലേ. ഇനി ആ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഈ മീനൊന്നും ഇല്ലാണ്ട് ഇതുപോലുള്ള തട്ടിക്കൂട്ട് കറികൾ കുറേ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചോറൊക്കെ നമ്മൾ ഒരു പാത്രം ചോറങ്ങ് കഴിക്കുകയും ചെയ്യും. നമുക്ക് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മീനും എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഭയങ്കര നിറവാണ്. മീനില്ലാത്ത ദിവസം ഇനി എത്ര കറി വെച്ചാലും ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് കറികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരണത്. അങ്ങനെ നമ്മുടെ നെത്തോലി കരുവാട് ചമ്മന്തി റെഡിയായി. നമ്മുടെ തൈരും അതിനെന്തോന്ന് പറയാം, കത്തിരിക്ക തൈരെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം, അതും റെഡിയായി. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും അറിയണം എന്നില്ലല്ലോ. ഞാനിതൊക്കെ ഇടുമ്പോഴേക്കും ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി അടുത്ത പപ്പടം പൊരിച്ചെടുക്കണം. പിന്നെ ഇനി അതൊക്കെയാണ് അടുത്തടുത്ത ജോലികൾ. മുട്ട പൊരിക്കാനുള്ള ഉള്ളിയൊക്കെ തൊലിച്ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്കല്ല എല്ലാത്തിനും വില തന്നെ. മുട്ടയ്ക്ക് 7 രൂപ, ചിലപ്പോൾ 4.5 രൂപ 5 രൂപയെ കിടന്ന മുട്ട ഇപ്പോൾ 7 രൂപയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ വിലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുട്ടയ്ക്കൊക്കെ 7 രൂപയാണോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ നാട്ടിൽ പിന്നെ എല്ലാം ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. ചില സമയം ഓഫർ ഇട്ടാൽ അങ്ങറ്റ ഓഫറുകളായിരിക്കും ഇടണത്. വിലയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയും ആയിരിക്കും. അങ്ങനെ ഇനി മുട്ട പൊരിക്കാനുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അങ്ങ് മുട്ട പൊരിച്ചാൽ ഇപ്പോൾ മുട്ട ഇനിയിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു 6-7 മുട്ടയെങ്കിലും പൊരിക്കണം. അപ്പോൾ അതിനായിട്ടുള്ളതെല്ലാം ഒരുമിച്ചങ്ങ് അരിഞ്ഞ് വെക്കാൻ പോവുകയാണ്. എനിക്ക് ആ മറ്റേ ചോപ്പർ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും അറിയണ്ടായിരുന്നു. ചോപ്പറിലിട്ട് 2 പിടി പിടിച്ചാൽ മതിയായിരുന്നു. ചോപ്പർ പൊട്ടിയിട്ട് ഒരെണ്ണം വാങ്ങാൻ ഇതുവരെ പറ്റിയില്ല. ഇന്നത് വാങ്ങിയാലേ പറ്റുള്ളൂ. ഓണം ആകുമ്പോഴേക്കും ഒരു ചോപ്പർ വാങ്ങണമെന്നുണ്ട്. അതാണെങ്കിൽ തോരത്തിന് അരിയാനും മുട്ടയ്ക്ക് അരിയാനും എല്ലാത്തിനും ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ആദ്യം ചെറുതാണ് വാങ്ങിയത്. നമ്മൾ ഈ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഈ ചോപ്പർ വാങ്ങിയത് ഞാനായിരുന്നു. പിന്നെ ഞാൻ എത്ര പേർക്കത് ഓർഡർ ചെയ്ത് കൊടുത്തെന്നറിയാമോ ഇത് കണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ ഇമേജിക്കൊക്കെ ആയിരുന്നാലും നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇല്ല എനിക്ക് ഓർഡർ ചെയ്ത് തരണേ. അവസാനം ഞാൻ വിചാരിച്ചു ഈ ചോപ്പറുകാർ എനിക്ക് വല്ല അവാർഡ് തരുമെന്ന് തോന്നുന്നു. അത്രമാത്രം ചോപ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലുലു വന്നതിന് ശേഷം ഒരു ദിവസം ലുലുവിൽ പോയപ്പോഴേക്കും ഞാൻ വാങ്ങിയത് ചെറിയൊരു ചോപ്പറായിരുന്നു. ആ റേറ്റിന് കുറച്ചും കൂടെ ഹൈറ്റുള്ള കുറച്ചും കൂടെ വലിയ ചോപ്പർ കിട്ടി. അന്നേരം ഓഫറിലിട്ടിരിക്കുകയായിരുന്നു. ആ ചോപ്പറായിരുന്നു പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനുള്ള ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ എന്തെങ്കിലും അരിയുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിനെ ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ അങ്ങ് കയറിയിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ വലിച്ചെല്ലാം എടുക്കാനുള്ളത് അതിങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നൂലങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ സംഭവിച്ചിട്ട് എൻ്റെ ആ ചോപ്പർ പോയി. എനിക്കത് പോയതിൽ ഭയങ്കര വിഷമമായതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയതേ ഇല്ല. പിന്നെ എന്തായാലും വാങ്ങിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ അതിങ്ങനെ ഈ വലിക്കുന്നതല്ലാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണ സംഭവമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഞാനിങ്ങനെ മുറിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വിചാരിക്കാനുള്ള കാരണവും അനന്തും ആകെ 1 കവർ പപ്പടം വാങ്ങിക്കൊണ്ട് വന്നുള്ളൂ. 10 രൂപയുടെ പപ്പടമാണ്. അതിലാകെ 8 എണ്ണം കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് പൊരിക്കുമ്പോഴേക്ക് പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് മുറിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചത്. ഇനി പപ്പടവും കൂടെ പൊരിച്ച് വെച്ചിട്ട് ഇനി എന്താ വേണ്ട, ഇനി മുട്ടയും കൂടെ പൊരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവനോട് അച്ചാറും കൂടെ വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞിട്ട് കൊച്ചത് മറന്നുപോയി. പിന്നെ ഇനി വേണമെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം മാമിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നാമത് നല്ല വെയിലായി. വീണ്ടും ഇനി അവന് പോകണ്ടേ കടയിൽ വാങ്ങാനുണ്ട്. അതുകൊണ്ട് ഇനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ പുളിഞ്ചിക്കയൊക്കെ തീർന്നത് കൊണ്ട് അല്ലെങ്കിൽ പുളിഞ്ചിക്ക അച്ചാറോ അല്ലെങ്കിൽ പുളിഞ്ചിക്ക കറിയൊക്കെ ഉണ്ടായിരിക്കുമായിരുന്നു. ഒരു സമയത്ത് നിങ്ങൾ തന്നെ എനിക്ക് കളിയാക്കി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിജിയുടെ പുളിഞ്ചിക്ക നമുക്ക് കിട്ടിയെന്നൊക്കെ. ഇപ്പോൾ ഇല്ല, അതിൻ്റെ സീസൺ കഴിഞ്ഞ് ഇനി അത് കാച്ചൊക്കെ വരണം. അങ്ങനെ ഇനി മുട്ട പൊരിക്കാനായിട്ട് തുടങ്ങി. മുട്ട പൊരിക്കാൻ നിന്നപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും കൂടെ അപ്പുറത്ത് ആ ഒരു അടുപ്പിൽ മുട്ട പൊരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു 6 മുട്ട എന്തോ വേണം, അതിങ്ങനെ പൊരിച്ചെടുക്കണ്ടേ. അങ്ങനെ നമ്മൾ 2 അടുപ്പിലായിട്ട് 2 ചട്ടി വെച്ചിട്ട് മുട്ട പൊരിക്കുകയാണ്. മുട്ട പൊരിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ മുട്ട ഇങ്ങനെ അപ്പം പോലെ പൊങ്ങി വരാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇലവടിയന കിടക്കുമെന്ന് പറയുമല്ലോ, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച്
എണ്ണ കൂടുതൽ ഒഴിക്കണം. എണ്ണ നല്ല കൂടുതൽ ഒഴിച്ചിട്ട് നല്ല തിളച്ചതിന് ശേഷം അതിലോട്ട് മുട്ടയങ്ങ് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി നല്ല വീർത്ത് വരും പോലെ തോന്നും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കുഴിവുള്ള പാത്രത്തിൽ ഒഴിക്കണം. കുഴിവുള്ള പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്താൽ നല്ല പൊന്തി വന്നോളും. അപ്പോൾ എനിക്ക് ആദ്യം ഇത് അറിഞ്ഞുകൂടായിരുന്നു. എന്തേന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുട്ട പൊരിച്ചു കൊടുക്കുമ്പോൾ ചേട്ടൻ പറയും ഇതെന്തോന്ന് മുട്ട ഇങ്ങനെ പൊങ്ങി വരാത്തത്, മുട്ട ഒരുമാതിരി ഇങ്ങനെ പരന്നങ്ങ് പോയി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്താ അങ്ങനെ പറയണത്, ഒരാൾ ഒരു കാര്യം പറയുമ്പോഴല്ലേ ശ്രദ്ധിക്കുള്ളൂ. പിന്നെയാണ് ആ കാര്യം പിടികിട്ടിയത്. ഇപ്പം അങ്ങനെ തന്നെയാണ് മുട്ട പൊരിക്കണത്. അങ്ങനെ നമ്മൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, കരുവാട് ചമ്മന്തി, പപ്പടം പൊരിച്ചത്, നമ്മുടെ തൈരും കത്തിരിക്കയും പച്ചമുളകും കൂടെ ഉള്ളത്, അങ്ങനെ എല്ലാം മുട്ട പൊരിച്ച് എല്ലാം റെഡിയായി. അപ്പോൾ ചോറ് കഴിച്ചപ്പോഴാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചപ്പോഴേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചപ്പോഴേക്ക് ഒരു പാത്രം ചോറ് കഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ എല്ലാവരും കൂടെ ആയിട്ടിരുന്ന് കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇത് ചിങ്ങ 1-നുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത്. കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഡിലേ ആയി പോകണതും. കുറച്ച് മടിയും കൂടെ വന്നുപോയി. അതാണ് സത്യം പറഞ്ഞാൽ അതാണ് കാരണം. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.